അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സലാം പറയുന്നതിനെ കുറിച്ച് പഠിച്ചില്ലേ? സലാം 3 രീതിയിൽ പറയാമെന്ന് പഠിച്ചു. ഒന്നെങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും എങ്ങനെ പറയാം? പിന്നെ എങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം അല്ലേ? പിന്നെ എങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് പറഞ്ഞേ മക്കളുമാരൊന്ന് പറഞ്ഞേ. ആ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ എങ്ങനെ പറയും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെട്ടെന്ന് പഠിക്കാവുന്നൊരു പാട്ട് എഴുതട്ടെ അറബിയില്. ആ, നോക്കിക്കോ. ഈ അക്ഷരം എന്തുവാ? യാ. യാ യാന് പത്തേട്ട യാ. ഇപ്പോഴോ? യാ. കണ്ടല്ലോ. ഇതെന്താ പറയും? ഇല. ഇല. ഇപ്പോഴോ? ഇലാന്ന് നീട്ടി. പത്തഹിന് നീട്ടാൻ പത്തഹിന് നീട്ടാൻ നമ്മൾ ഉപയോഗിക്കും അലിഫ്. പത്തഹിന് നീട്ടാൻ അലിഫ്. എന്താ ഉപയോഗിക്കുന്നത്? അലിഫ്. അലിഫ് എന്ന് പറയണ്ട, അലിഫ്. ഒരക്ഷരത്തിന് മാത്രമേ നീട്ടലില്ലാത്തേ ഉള്ളൂ അറബിയില്. വരും ഒട്ടും നീട്ടാണ്ടാത്ത അക്ഷരം ഏതാണ്? ഈ അക്ഷരം പറയുമ്പോഴാ അലിഫ്. 2 അലിഫ് കൂടെ വന്നു. 2 അലിഫ് കൂടെ വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തൊക്കെയാ? നമ്മൾ എന്താ എഴുതും? ഇതെന്ത് വായിക്കും? യാ. ഇതെന്ത് വായിക്കും? ലാ. ഇതെന്ത് വായിക്കും? യാ. ലാ. ഇവിടെ നീട്ടിയപ്പോഴോ? യാ ലാ. ഇല. എങ്ങനെ വായിക്കും? യാ ഇല. ഈ അക്ഷരം എന്താണ്? അപ്പോഴോ? ഹി. യാ ഇലാഹി. കെസറിന് നീട്ടാൻ എന്ത് വരും? കെസറിന് നീട്ടാൻ യാ വരും. നീട്ടാൻ ഉപയോഗിക്കുന്ന 3 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ? അലിഫ്, യാ, വാവ്. ഇവിടെ എന്ത് വന്നു? യാ ഇലാഹി. ഒന്ന് പറഞ്ഞേ. ആ, ഒന്നുകൂടെ എഴുതുവാണ്. ഇതാണ് യാ ഇലാഹി. ആ, ഒന്ന് പാടിയേ. യാ ഇലാഹി യാ ഇലാഹി എന്ന് പറഞ്ഞേ. ഓ, മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു ആവർത്തിച്ചു. എന്താണെന്നറിയോ? ഇവിടെ ലാ ഇലാഹി എന്ന് വായിക്കും. ഇവിടെ ലാ ഇലാഹി ആണോ? അല്ല, യാ ഇലാഹി യാ ഇലാഹി എന്ന് പറഞ്ഞേ. ഇനി വേണ്ടത് എഴുതാൻ പോകാണ്ട. ഈ അക്ഷരം ഞാൻ പോണേ. ഈ അക്ഷരം എന്താ? ഞാ. അപ്പം ഇതെങ്ങനെ വായിക്കും? അൻ. അൻ. ഈ അക്ഷരം എഴുതാണ്. ഇതെന്താണ്? ത. ഇതെങ്ങനെ വായിക്കും? അന്ത. ഈ അക്ഷരം എന്താണ്? റ. കണ്ട റ എഴുതിയണ്ട. റ. ഈ അക്ഷരം ബ ആണ് അല്ലേ? ഈ ബായിന് ശബ്ദിട്ടാലോ? റബ്ബ. ഇപ്പോഴോ? റബ്ബു. ഇപ്പോഴേ റബ്ബുൻ. എന്താണ്? അന്ത റബ്ബുൻ. കണ്ട റായുണ്ട് ബ അല്ലേ? ശബ്ദിട്ട റബ്ബ. ആ അക്. എന്താ പറയും? അക്. അക്. റ മു. മീമം വന്നു മ. ആ, ആദ്യമേ ഈ അക്ഷരങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് പരിചയപ്പെടണം. ഇതിനകത്തുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ അക്ഷരം ഏതാ? യാ. രണ്ടാമത്തത് ല. മൂന്നാമത്തത് ഹ. ഹ. നാലാമത്തത് ന. അഞ്ചാമത്തത്. ആറാമത്തത്. ഏഴാമത്തത്. ബ പോരാ, ബ. ശ്രദ്ധില്ലയോ? ഈ 2 അക്ഷരം തന്നെ പറഞ്ഞാൽ എന്തോ? റബ്ബാന്നായില്ലയോ?
ഇവിടെ റബ്ബൂനായില്ലയോ, റബ്ബിൻ വന്നില്ലയോ, രണ്ട് നമ്മളുണ്ട്. ആ അടുത്ത അവസാനത്തെ അക്ഷരം എന്താ? മ. അപ്പൊ ഇത്രയും ഈ പദത്തിൽ നമുക്ക് ഈ പാട്ടിൽ നിന്ന് കുറെ അക്ഷരങ്ങൾ നമുക്ക് പിടിയിട്ടില്ല. മറക്കാത്ത പാട്ടുവാ എന്ന് പറഞ്ഞേ. യാ ഇലാഹി യാ ഇലാഹി അന്ത റബ്ബുൻ അക്റമു എന്ന് പറഞ്ഞേ. അക്റമു മോനൊന്ന് പാടിയ. നമ്മൾ സുക്കൂനിട്ട് കുറെ പദങ്ങൾ പഠിക്കാൻ പോവാ. ഇതെന്താ വായിക്കും? അൽ, ബൽ, അൽ ബൽ, തൽ, ഇതോ ജൽ, ദൽ. ആ ഇത് പഠിച്ചാൽ എളുപ്പം പഠിക്കാം. അറബി വാക്കുകൾ പെട്ടെന്ന് വായിക്കാൻ പഠിക്കുന്ന വാക്കുകൾ കണ്ടോ എങ്ങനെ? അൽ, ബൽ, തൽ, ജൽ, ദൽ, ദൽ. ആ അതുകൊണ്ടാണ് ഇതെങ്ങനെ വായിക്കും? അക്. ഇതേപോലെ നമുക്ക് ഉദാഹരണങ്ങൾ എഴുതാം. മനസ്സിലായോ? ഇതെന്താണ്? സൽ. ഇതോ ഷൽ. ആ റൽ, അൽ, അൽ, ബൽ, തൽ, ജൽ, ജൽ, ദൽ. അടുത്തെന്താണ്? റൽ, സൽ. കണ്ടോ? ഇങ്ങനെ സുക്കൂനിട്ട് പഠിച്ചാൽ പെട്ടെന്ന് എന്താക്കാം? ആ ഇതാണ് സൽ. ഇനി എഴുതേണ്ടത് ഷൽ, ഷൽ. ഇത് ചെറിയ മക്കളായോണ്ടാ നിങ്ങൾക്ക് എഴുതുന്നേ. കണ്ടോ? ഷൽ. അടുത്തത് വൽ. അടുത്തത് മൽ. എങ്ങനെ എങ്ങനെ? ആ കനപ്പിക്കുന്ന അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങളെ കുഞ്ഞു മക്കളായതിൻ്റെ ഒരു വലിയ അക്ഷരങ്ങളൊക്കെ മാറ്റി. കനപ്പിച്ച അക്ഷരങ്ങളൊക്കെ എളുപ്പം പഠിക്കാവുന്ന അക്ഷരങ്ങളാണ്, 15 അക്ഷരങ്ങൾ. അതുകൊണ്ടാണ് സുക്കും കൊണ്ടുള്ള കേട്ടാ എളുപ്പം പഠിക്കാവുന്നത്. ആ നൽ, നൽ, ആ നൽ. ഇനി എഴുതാനുള്ള ഏതാ? അല്ല ഹൽ, 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 യൽ. വേണ്ട യൽ. 1 2 3 4 5 6 7 8 9 10 11 12 13 കൽ, കൽ. അടുത്തതാ? ആ മാഷാ അല്ലാ, മാഷാ അല്ലാ. അങ്ങനെ വേണം. കണ്ടോ അവൻ പറഞ്ഞ കേട്ടോ. ആ കൽബെന്ന് പറഞ്ഞാൽ നായെന്നർത്ഥം. കൽബെന്ന് പറഞ്ഞാൽ ഹൃദയം എന്നർത്ഥം. കണ്ടോ? കൽ. മനസ്സിലേ? ആ ഹാർട്ട് എന്ന് പറയും. ഇംഗ്ലീഷിൽ ഹാർട്ട് എന്ന് പറയും. മാഷാ അല്ലാ. ആ മലയാളത്തിൽ ഹൃദയം അല്ലേ? ആ അത് നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത പാഠത്തിൽ പഠിക്കാം. അപ്പൊ കൽ. അപ്പൊ ഇത്രയും അക്ഷരങ്ങളൊന്ന് പഠിച്ച ഒന്ന് വായിച്ചു.